ഇത് ജർമ്മനിയിലെ വൺ ഓഫ് ദി ബിഗസ്റ്റ് ഓണം സെലിബ്രേഷൻ ഞങ്ങൾ പോകുന്ന പോക്കാണ്. ബർഗർ ബാനോഫിലേക്കുള്ള വണ്ടിയൊക്കെ കയറി അവിടെ ചെന്നപ്പോഴേക്കും എല്ലാ മലയാളികളും മല്ലൂസും ജർമ്മനിയും CJ ഇവന്റ്സും ചേർന്ന് നടത്തുന്ന പരിപാടിയാണ് മാവേലി ഇൻ ജർമ്മനി. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് അകത്തേക്ക് ചെന്നപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. നമ്മുടെ സ്റ്റീരിയോ ടിപ്പിക്കൽ മാവേലിനെയൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് ഇപ്രാവശ്യം 6 പാക്ക് മാവേലിയായിരുന്നു. അന്ന് ഹാപ്പി ഓണം പറയുന്ന പിള്ളേരെയൊക്കെ ഞെട്ടിച്ചോണ്ടിട്ടീകോ ഓണാശംസകൾ. നമ്മൾ വന്ന കാര്യത്തിലേക്ക് കിടക്കാം. സദ്യ. അവൻ്റെ അടുത്ത് ആരൊക്കെ വന്ന് മിണ്ടി എന്നുള്ള ലിസ്റ്റ് കേൾക്കലായിരുന്നു എൻ്റെ തൊഴിൽ. നമ്മൾ മലയാളികളെക്കാളും വെടിപ്പായിട്ടും വൃത്തിയായിട്ടും ആ ഇല തൂത്ത് പഠിച്ചാണ് ചീക്കോ സദ്യ കഴിച്ചത്. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം കൾച്ചറൽ പ്രോഗ്രാം കണ്ടു. വന്ന പിള്ളേരെല്ലാവരും നല്ല വൈബായിരുന്നതുകൊണ്ട് തന്നെ ആർക്ക് സീറ്റൊന്നും വേണ്ടായിരുന്നു. പിന്നെ മലയാളി മങ്ക ശ്രീമാന്റെ കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടായിരുന്നു. താഴെ പോയി ഒരു ഫോട്ടോ എടുത്തിട്ട് മേളിൽ വന്ന സമയത്ത് കുറെ ആൾക്കാർ എന്നോട് സ്റ്റേജിൽ കയറാം. അതൊരു ഗെയിമിന് വേണ്ടിയിട്ടായിരുന്നു. എനിക്ക് പിന്നെ തൊലിക്കെട്ട് കൂടുതലായതുകൊണ്ട് ഞാനങ്ങ് ചടിക്കും. അവർ പറയുന്ന സാധനങ്ങൾ താഴത്തുനിന്ന് മേടിച്ച് ഓടിക്കൊണ്ടുവന്ന് ആദ്യം കൊടുത്ത് സീറ്റിലിരിക്കുന്ന ആൾ ജയിക്കും. ടീക്കോയ്ക്ക് ഇങ്ങനെയുള്ള ഗെയിമൊക്കെ കളിക്കാനായിട്ട് വളരെ ഇഷ്ടമായത് കൊണ്ട് തന്നെ അവനത് എൻജോയ് ചെയ്താണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവർക്കാണ് ഫസ്റ്റ് കിട്ടിയത്, ഞങ്ങൾക്ക് സെക്കൻഡ് പ്രൈസ് ആയിരുന്നു. ദെൻ പാട്ടിടാൻ തുടങ്ങി പിള്ളേരെല്ലാവരും ഡാൻസ് ഫ്ലോറിൽ. നെതർലാൻഡ്സിൽ ഏതോ ഒരു കോണിൽ ജനിച്ചിട്ടും ഇത്രയും വൈബായിട്ട് ഓണപ്പരിപാടിയൊക്കെ ആഘോഷിക്കുന്ന ഇവ മാത്രം ഉണ്ടോളോ. ശേഷം കമ്മിറ്റിക്കാരുടെ ഒരു അടിപൊളി പെർഫോമൻസ് ഉണ്ടായി. അങ്ങനെ കലാശക്കൊട്ടും കഴിഞ്ഞ് എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തതിന് ശേഷം ഞങ്ങൾ താഴെ ഫുഡ് അടിക്കാൻ പോയി. എനിക്ക് സുഖിയൻ ഇഷ്ടമില്ലാത്ത കാരണം ടീക്കോണത് കഴിച്ചത്. അവിടെ വെച്ചൊരു സുന്ദരി കുട്ടീനെയും കൂടി ഞങ്ങൾ പരിചയപ്പെട്ടു. ഇത് കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങളെല്ലാം സംഭവ ബഹുലമായിരുന്നു. അതെല്ലാം അടുത്ത വീഡിയോയിൽ ആഡ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഡുയി